എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 2025 ജൂൺ മാസം നടന്ന മെയിൻ പരീക്ഷയായിരുന്നു ലാബ് അസിസ്റ്റന്റ് പരീക്ഷ അല്ലേ. നോക്കിക്കേ, ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൂർബൺ രാജവംശം ഉത്തരം ഫ്രാൻസ് ആണ്. ഫ്രാൻസുമായി ബന്ധപ്പെട്ടതാണ് ബൂർബൺ രാജവംശം. തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം സെർബിയയാണ്. സെർബിയ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ നാഷണൽ ആർമി, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സ്വരാജ് പാർട്ടി, ഗദ്ദർ പാർട്ടി. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ ആർമി ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ ആണ്. സ്വരാജ് പാർട്ടി CR ദാസ്, ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ. അപ്പോൾ A3 വരുന്ന ഓപ്ഷൻ ഏതാ നോക്കിക്കേ. A3 വരുന്ന രണ്ടെണ്ണം അല്ലേ, B ഉണ്ട് D ഉണ്ട്. ഇനി ബിയുടെ ഉത്തരം ഏതാണ് വരിക? B4. B4 വരണം. അടുത്തത് സ്വരാജ് പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി 1 അല്ലേ, C1 വരണം. അപ്പോൾ C1 ഉള്ളത് ഏതാണ്? രണ്ടെണ്ണം ഉണ്ടല്ലേ, C1. അപ്പോൾ നോക്കിയാൽ D2 ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ് A3 വരണം, B4 വരണം, C1 വരണം, D2 വരണം. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ് ഉത്തരം. ഓപ്ഷൻ B. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? നൃത്തം. അപ്പോൾ ബൂർബൺ രാജവംശം ഫ്രാൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവിന് നേതൃത്വം നൽകിയ രാജ്യം സെർബിയയാണ്. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. അപ്പോൾ കുമുദിനി രജനീകാന്ത് ലഖിയ നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ ആർമി ആരംഭിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ ആണ്. സ്വരാജ് പാർട്ടി CR ദാസ് ആണ്. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാലാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ശരിയാണ്. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം. തെറ്റാണ്. തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ ഗേഡ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. തെറ്റാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ 1, 4 ശരി. 1, 4 എന്നിവ മാത്രം ശരിയാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം നീലഗിരി. നീലഗിരിയാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. അപ്പോൾ ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ തുഷാരം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ദേശീയ ജലപാത 3 ഏത് മുതൽ ഏത് വരെയാണ് ബന്ധിപ്പിക്കുന്നത്? അഥവാ NW3 നാഷണൽ വാട്ടർ വേ 3 ഏത് മുതൽ ഏത് വരെയാണ്? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ. താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതുവ? അപ്പോൾ അവസാദ ശിലയാണ് ചുണ്ണാമ്പുകല്ലും കൽക്കരിയുമാണ് ഉത്തരം 1ഉം 3ഉം. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സ്ട്രാറ്റസ് ആണ്. സ്ട്രാറ്റസ് മേഘം പാളികൾ പോലെ കാണപ്പെടുന്നു. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘമാണ്. അനസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? അനസാഗർ രാജസ്ഥാനിലാണ്. അനസാഗർ തടാകം എവിടെയാണ്? രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ് ആഗോളവൽക്കരണം. രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ് ആഗോളവൽക്കരണം. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ഡിസെൻട്രലൈസേഷൻ അല്ലേ. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക, ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക, ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. നോക്കിക്കേ, ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ സെൽഫ് സഫീഷ്യൻ്റ് ആക്കാൻ, സ്വയം പര്യാപ്തമാക്കാൻ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സ്വാശ്രയത്വം എന്നതിൽ നിന്നും
വിദേശ ആശ്രയത്വം എന്നതിലേക്കുള്ള പോയിന്റിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഓപ്ഷൻ ബി അഥവാ പ്രസ്താവന 2 തെറ്റാണ് നമുക്ക് മനസ്സിലാകും. 1ഉം 3ഉമാണ് ശരി. അപ്പോൾ 1, 3 എന്നിവ വരുന്നത് ഓപ്ഷൻ സിയിലാണ്. അപ്പോൾ ശരിയായത് 1, 3 എന്നിവയാണ്. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ എന്തൊക്കെയാണ് വാണിജ്യ ബാങ്കിന്റെ ധർമ്മം? നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ, വായ്പ നൽകൽ, ലോക്കർ സൗകര്യം നൽകുന്നു. പണം അച്ചടിച്ചിറക്കുന്നു എന്നുള്ള ഓപ്ഷൻ നോക്കിക്കുക, അതാരാണ്? അത് RBI ആണ് അല്ലെ, കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ആണ് പണം അച്ചടിച്ചിറക്കുക. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വാണിജ്യ ബാങ്കിന്റെ ധർമ്മത്തിൽപ്പെടാത്തതാണ് പണം അച്ചടിച്ചിറക്കുന്നു, ഓപ്ഷൻ ബി എന്നുള്ളത്. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു? 50ാമത് ജയതിലകാണ്. 49ാമത് ആരാണ്? ശാരദാ മുരളീധരനാണ്. പഹൽഗാമിലെ ഭീകര ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഭീകരാക്രമണം എല്ലാവർക്കും അറിയാം അല്ലേ. പഹൽഗാമിന്റെ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ശരിയാണല്ലേ. ആനുപാതിക ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം എന്താണ്? ശരിയാണ്. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. തെറ്റാണല്ലേ. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ഇതിൽ ശരി. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം, മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം. അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം വകുപ്പ് 22 ആണല്ലേ. സ്ഥാനപ്പേരുകൾ നടപ്പിലാക്കൽ വകുപ്പ് 18 ആണ്. അപ്പോൾ 4B വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ്? 4B വരുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. പിന്നീട് നോക്കിക്കേ, 3A വരുന്നത് 4B, 3A, 2C മതപരമായ കാര്യങ്ങളുടെ നടത്തപ്പെടുന്ന സ്വാതന്ത്ര്യം ഏതാണ്? വകുപ്പ് 26. വകുപ്പ് 26. ഒന്നാമത് നോക്കിക്കേ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശമാണ്. വകുപ്പ് 30. വകുപ്പ് 30. അപ്പോൾ ഉത്തരം എന്താണ് വരിക? 4B വരുന്നത് നോക്കിക്കേ, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ BR ഗവായി ആണ്. BR ഗവായി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. ശരിയാണല്ലേ. ഭരണഘടനയുടെ 30A വകുപ്പ് പ്രകാരം നിലവിൽ സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. നിലവിൽ സ്വത്തിനുള്ള അവകാശം നിയമപരമായ അവകാശമാണ്. പക്ഷെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 300A ആണ്. 300A ആണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. തെറ്റാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലല്ല, മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിലാണ് അല്ലേ. 44ാമത് ഭേദഗതിയിലൂടെ 1978 സ്വത്തിനുള്ള അവകാശം സ്വത്തവകാശം നിയമവകാശമായി മാറുകയും ആർട്ടിക്കിൾ 300A അത് മാറ്റപ്പെടുകയും ചെയ്യുന്നു. മൊറാർജി ദേശായിയാണ് പ്രധാനമന്ത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം 30A എന്നതും തെറ്റാണ്, ഇന്ദിരാഗാന്ധി എന്നതും തെറ്റാണ്. ആ രണ്ട് കീവേഡ് വെച്ച് നോക്കുന്ന സമയത്ത് 2ഉം 3ഉം തെറ്റ്. ഉത്തരം 1 മാത്രം ശരി എന്നുള്ളതാണ്. 1 മാത്രം ശരി. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം, യൂണിയൻ ലിസ്റ്റിൽ ഏതാണ്? ഇൻഷുറൻസ് ആണ് അല്ലേ. യൂണിയൻ ലിസ്റ്റിൽ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റാണ് എന്ന് ഓർക്കണം. വനവും അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്നതാണ്, കൺകറന്റ് ലിസ്റ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 42ാമത് ഭേദഗതി, 61ാമത് ഭേദഗതി, 74ാമത് ഭേദഗതി, 91ാമത് ഭേദഗതി. നമുക്ക് എല്ലാവർക്കും അറിയാം 42ാമത് ഭേദഗതി മിനി ഭരണഘടനയാണ് അല്ലേ. അപ്പോൾ 1B ഉള്ള 3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ഓപ്ഷൻ സി നമ്മൾ വെട്ടിക്കളയുന്നു. രണ്ടാമത് 61ാമത് ഭേദഗതി അറിയാം, തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18ആയി കുറച്ചു. അപ്പോൾ 1D വരുന്നത് ഏതാണ്? 2D വരുന്നത് നോക്കിക്കേ, 2D വരുന്നത് 2 എണ്ണമാണ്. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ബി വെട്ടിക്കളയുന്നു. ഇനി മൂന്നാമത് 74ാമത് ഭേദഗതി എന്താണ്? നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചത്. 74 ഭേദഗതി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റ്. അപ്പോൾ 3A വരണം. 3A വരുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. ഏതാണ്?
ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 91ാമത് ഭേദഗതി എന്താണ്? മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ചത്. അപ്പോൾ 1B 2D 3A 4C. ഇപ്പോൾ 91 ഓർത്ത് വയ്ക്കണം. മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് 91ാമത് ഭേദഗതി. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷനാരാണ്? എ ഷാജഹാനാണ്. എ ഷാജഹാൻ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നവരാണ്. അത് PSC ചെയർമാനെ നിയമിക്കുന്നവരാണ് ഗവർണറാണ്. ഗവർണർ. ആർട്ടിക്കിൾ ഏതാണ്? PSCയുടെ 315. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന എവിടെ വെച്ചായിരുന്നു? അപ്പോൾ പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ലാഹോറിൽ വെച്ച് നടന്ന INC സെഷനിലാണ്. ഓക്കെ, ഇപ്പോൾ പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചായിരുന്നു? ലാഹോറിൽ വെച്ചാണ്. ലാഹോർ ഏത് നദീ തീരത്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏത് എന്നാണ്? വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയുമാണ് ഡയറക്റ്റ് ടാക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നോക്കി 1ഉം 2ഉമാണ് ഉത്തരം. 1ഉം 2ഉം. ഓപ്ഷൻ ഡി ആണ് 1, 2. 1 and 2. ഓക്കെ, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത വിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവ അടിത്തറ ശക്തിപ്പെടുത്തുക. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുമ്പോൾ 3ഉം ശരിയാണല്ലേ. 100 ദിവസത്തിൽ കുറയാത്ത വിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കണം. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവ അടിത്തറ ഉണ്ടാക്കണം. അതുപോലെ തന്നെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കണം. അപ്പോൾ എന്താണ് ഈ 3ഉം വരുന്നു? 1, 2, 3 എന്നിവ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് യോജിക്കുന്നത് കണ്ടെത്താനാണ്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അപ്പോൾ എന്താണ്? 3ഉം വരുന്നില്ലേ? 1, 2 and 3. ഓപ്ഷൻ ബി 1, 2, 3. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? വിക്രം മിശ്രി. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് പ്രചോദനം. അപ്പോൾ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിന് കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും നൽകുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രചോദനം പദ്ധതി. സാമൂഹ്യനീതി വകുപ്പാണ് പ്രചോദനം പദ്ധതി. ഓർത്തു വയ്ക്കണം, പ്രചോദനം പദ്ധതി. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് കണ്ടൊരു ചോദ്യമാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. സാമൂഹ്യനീതി വകുപ്പ് എന്നത് ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളന വേദി ന്യൂഡൽഹിയാണ്. ഉത്തരം എന്താണ്? ന്യൂഡൽഹിയാണ് ഉത്തരം. ന്യൂഡൽഹി. എന്താണ് ക്യൂണിക്കൾച്ചർ? മുയൽ വളർത്തലാണ് അല്ലേ. SCRT കണ്ടന്റ് ആണ് എല്ലാ ചോദ്യങ്ങളും. ക്യൂണിക്കൾച്ചർ എന്താണ്? മുയൽ വളർത്തലാണ്. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന എന്താണ്? കോശകേന്ദ്രം കണ്ടെത്തി അല്ലേ. ജന്തു ശരീരം കോശങ്ങളിൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് തിയോഡർ ഷാനാണ്. സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് MJ ഷ്ലീഡനാണ്. രണ്ടുപേരും ചേർന്നാണ് കോശസിദ്ധാന്തം രൂപപ്പെടുത്തിയത്. MJ ഷ്ലീഡനും തിയോഡർ ഷാനും ചേർന്ന്. എന്താണ് പിനങ്ക സബ്റ്ററേനിയ? ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ് അല്ലേ. പിനങ്ക സബ്റ്ററേനിയ ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ്. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? മീസിൽസ് ആണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി. അപ്പോൾ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകുന്ന രോഗമാണ് കണരോഗം അഥവാ റിക്കറ്റ്സ് എന്നറിയപ്പെടുന്നു അല്ലെ. വൈറ്റമിൻ ഡിയുടെ അല്ലേ കുറവുണ്ടാകുന്ന കാൽസിഫെറോൾ എന്നാണ് വൈറ്റമിൻ ഡി രാസനാമം എന്നോട് ഓർത്ത് വയ്ക്കണം. ഭൂഗുരുത്വാകർഷണ ത്വരണം അഥവാ ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് ധ്രുവപ്രദേശങ്ങളിൽ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവിക്കുന്ന ഘർഷണബലം ശ്വാനബലം. സമവർത്തുള്ള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓർത്തു വയ്ക്കുക, സമവർത്തുള്ള ചലനത്തിൽ
മാറ്റമില്ലാതെ തുടരുന്നത് വേഗത. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ലോക ബാങ്ക് പ്രസിഡന്റ്, വേൾഡ് ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? അജയ് ബംഗ. 2023 സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 സി വി കുഞ്ഞിരാമൻ പുരസ്കാരം ലഭിച്ചത് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരൻ. പെരുമ്പടവം ശ്രീധരന്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണ് ഏത്? ഒരു സങ്കീർത്തനം പോലെ. ദസ്തയേവ്സ്കിയുടെ ജീവിതം പ്രമേയമാക്കി പെരുമ്പടവം ശ്രീധരൻ എഴുതിയ കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ. അതിന് വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഓർത്തു വയ്ക്കണേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാമത് പ്രസ്താവന, സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ട്. മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ്, ഈ പേരൊന്ന് ഓർത്തു വയ്ക്കണം കേട്ടോ. ലോത്തർ മേയർ, അലക്സാണ്ടർ ന്യൂസിലൻഡ്സ്, ഹെൻറി മോസ്ലി. അപ്പോൾ ഈ 4 പേരിൽ ആരാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്ന് ഓർത്താൽ ഉത്തരം കിട്ടും. ഹെൻറി മോസ്ലിയാണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് അല്ലേ ഇത് പറഞ്ഞത്. 18 ഗ്രൂപ്പ്, 7 പീരീഡ്, സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായിട്ടുള്ള സ്ഥാനം കൊടുത്തിട്ടില്ല. മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഉത്തരം ഹെൻറി മോസ്ലിയാണ്. മോഡേൺ എന്ന് ഓർത്താൽ മതി. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവാണ് ആര്? ഹെൻറി മോസ്ലി. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്നതോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം? അപ്പോൾ മുകളിൽ നിന്ന് പോകുന്നതോറും കുമിളയുടെ വലുപ്പം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. നിർവീര്യലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pH മൂല്യത്തിന് എന്തുണ്ടാവുന്നു? 7നേക്കാൾ കുറവാണെങ്കിൽ ആസിഡ് ആണ് അല്ലേ. അപ്പോൾ 7നേക്കാൾ കുറയുന്നു. 2024 രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബേക്കർ. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദ മൂവ്? ഓർത്തു വയ്ക്കണം. പ്ലാനറ്റ് ഓൺ ദ മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് ഇറക്കിയ സംഘടന IUCN ആണ്. IUCN. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന ഇതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. ശരിയാണ്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. അപ്പം എന്താണ്? പ്രസ്താവന എയും ബിയും ശരിയാണ്. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരമാരായിരുന്നു വിഘ്നേഷ് പുത്തൂർ. അപ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം നേടിയത് ആരാണ്? വിഘ്നേഷ് പുത്തൂർ. IPL മത്സരം കണ്ട ആളുകൾക്ക് അറിയാം അല്ലേ, 3 വിക്കറ്റാണ് അല്ലേ. അപ്പോൾ ഒരു പക്ഷേ ഈ ചോദ്യം ഡിലീഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 3 വിക്കറ്റാണ് വിഘ്നേഷ് പുത്തൂർ നേടിയത്. അത് PSC എന്താക്കി? 5 വിക്കറ്റ് എന്നാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഉത്തരം നിലവിൽ എന്താണ്? വിഘ്നേഷ് പുത്തൂർ എന്നുള്ളതാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായി തിരഞ്ഞെടുക്കാനാണ്. വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. ശരിയാണ്. VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. എന്താണ്? എയും ബിയും ശരിയാണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന, മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ബാലനാണ്. ആദ്യം മലയാള ചലച്ചിത്രം ചോദിച്ചാൽ അത് വിഗതകുമാരനാണ്. ശബ്ദമാണ് ബാലൻ. അത് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലാക്കാൻ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കുമെങ്കിൽ രണ്ടാമത് നമുക്കറിയാം ആലപ്പി വിൻസെന്റ് ആയിരുന്ന വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. ശബ്ദമില്ലാത്ത ഒരു ചിത്രത്തിൽ എന്തിന് ശബ്ദം അല്ലേ? അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പോൾ എയും ബിയും ശരിയല്ല. പ്രസ്താവന എയും ശരിയല്ല, ബിയും ശരിയല്ല. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന ഇങ്ങനെയാണ്. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു. ശരിയാണ്. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി. അപ്പോൾ കേരള കേസരി തെറ്റാണ്. കേരള പത്രികയാണ് ഉത്തരം. കേരള പത്രിക. അപ്പോൾ 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ കോഴിക്കോട് വടകരയിൽ നിന്നും ആരംഭിച്ച പത്രത്തിന്റെ പേര്
കേരള കേസരി എന്നല്ല, കേരള പത്രിക എന്നാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ശരിയാണ്, ബി എന്തല്ല, ശരിയല്ല. ഓപ്ഷൻ എ ശരിയാണ്, ബി ശരിയല്ല എന്നാണ് ഉത്തരം. ഓപ്ഷൻ എ ശരിയാണ്, അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്രസ്താവന എ ശരിയാണ്, ബി ശരിയല്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന എങ്ങനെയാണ്? കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 ശരിയാണ്. യോഗക്ഷേമ സഭ വീട്ടി ഭട്ടതിരിപ്പാട് 1908 നമ്മൾ പഠിച്ചു അല്ലേ. തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. ശരിയാണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. ഡാഷിന് ഉദാഹരണമാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. എന്തിനാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ഏത്? ആന്റി വൈറസ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. കോഡ് വ്യത്യാസപ്പെടുത്തുന്നതുവരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകൾ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളതാണ് അല്ലേ. കോഡ് വ്യത്യാസപ്പെടുത്തുന്നതുവരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകൾ സ്റ്റാറ്റിക് വെബ് പേജ് എന്നാണ് പറയുക. എക്സൽ 2010 കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റെഫറൻസ് തെറ്റായി കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം എന്താണ്? #name ? ഓപ്ഷൻ ബി ആണ്, #name ? ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ, ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല മലപ്പുറമാണ്, മലപ്പുറം. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അധികാരങ്ങളിൽ പെട്ടത് ഏതാണ്? വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അധികാരം. ഒന്നുകൂടെ പറയാം. വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അധികാരം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണ്? ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം. തെറ്റാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് എന്തായിക്കൂടാ? മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിക്കൂടാ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? എന്നാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുമല്ല എന്നുള്ളതാണ് ഉത്തരം. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതുമായ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കി കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, സംരക്ഷണ ഉത്തരവ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏത് എന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ യുനെസ്കോയുടെ പട്ടികയിൽ വന്നത് ഏതൊക്കെ നോക്കിക്കേ. കാങ്കർ വാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ. ഭൂമിയിൽ പറഞ്ഞതെല്ലാം ഉത്തരമായിട്ട് വരുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് പറഞ്ഞേ. UCC, ഉത്തരാഖണ്ഡ്. അടുത്ത ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ്. ശരിയായത് ഏതാണ്? ഇതിൽ അപരാധി, അതിഥി, അശേഷം, അനുഗ്രഹം ഒക്കെ ശരിയാണ് അല്ലേ. നമുക്ക് കുറച്ചുകൂടെ ഏതെടുക്കാം. അനുഗ്രഹം എന്നാണ് വാക്ക്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കണം. ഇത് തെറ്റാണ്. അനുഗ്രഹം എന്ന വാക്ക് എന്താണ്? തെറ്റാണ്. ശരിയായ പദം ഏതാണ്? അതിഥി. ഭൂമിയുടെ പര്യായപദമല്ലാത്ത ഏതാണ്? ജനനിയാണ്. മേദിനി, അവനി, ധരണിയൊക്കെ എന്താണ്? ഭൂമിയാണ്. ജനനി അമ്മയാണ്. അങ്കുശം, നിരങ്കുശം. അങ്കുശം എന്നതിന്റെ വിപരീതം എന്താണ്? അങ്കുശം, നിരങ്കുശം. അങ്കുശമില്ലാത്ത ചാപല്യമേ നിന്നെ മണ്ണിൽ അങ്കനയെന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ. ആരെ പഠിയത്? അങ്കുശമില്ലാത്ത ചാപല്യമേ മണ്ണിൽ അങ്കനയെന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ. ചങ്ങമ്പുഴയാണ് അല്ലേ.
ഓക്കെ. കൺ പ്ലസ് നീർ എന്താണ്? കണ്ണീർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കൺ പ്ലസ് നീർ കണ്ണീർ. ശരിയായ വാക്യം എന്താണ്? മുതിർന്നവരെ നാം ബഹുമാനിക്കണം. രാമനും കൃഷ്ണനും എന്താണ്? ആദ്യത്തെ ശബ്ദം ഏതിൽ അവസാനിച്ചുവോ രണ്ടാമത് അങ്ങനെ തന്നെ അവസാനിക്കണം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ. ആദ്യം രാമനും എന്ന് വന്നിരിക്കുന്നു, രണ്ടാമത് കൃഷ്ണനോ എന്നാണ്. ഓ എന്ന് രണ്ട് ശബ്ദങ്ങൾ അവിടെ ചേർച്ചയില്ല. രാമനും കൃഷ്ണനും അവിടെ പോയില്ല, അല്ലെങ്കിലോ രാമനോ കൃഷ്ണനോ അവിടെ പോയില്ല എന്നാണ് വരേണ്ടിയിരുന്നത്. ഓരോ ആളുകളും, ഓരോ എന്നതിൻ്റെ ഒപ്പം എന്ന ശബ്ദം വേണ്ട അല്ലേ? ഓരോ ആളും മുന്നോട്ട് വരണം അല്ലേ? എന്താണ്? ആളുകൾ മുന്നോട്ട് വരണം. ഏതെങ്കിലും ഒന്നും മതി. അപ്പോൾ ഓരോ ആളുകളും എന്ന് വേണ്ട, ഓരോ ആളും എന്നാണ് വേണ്ടത്, അല്ലെങ്കിൽ ആളുകൾ മുന്നോട്ട് വരണം. മറ്റ് ഗദ്യന്തരമില്ലാതെ. മറ്റ് ഗദ്യന്തരം, ഈ രണ്ട് വാക്ക് ഒരുമിച്ച് ഉപയോഗിക്കരുത്. ഗദ്യന്തരമില്ലാതെ. മുതിർന്നവരെ നാം ബഹുമാനിക്കണം എന്നാണ് ഇതിൽ ശരിയായത്. പ്രതി പ്ലസ് ഉപകാരമാണ് പ്രത്യുപകാരം. പ്രതി പ്ലസ് ഉപകാരമാണ് പ്രത്യുപകാരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്നാണ്. അസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. വിത്തുഗുണം പത്തുഗുണം. മലയാളത്തില് എതിർലിംഗമായിട്ട് വരുന്ന ഒരു പദമാണ് കവി, കവയിത്രി. കവ, യാവള്ളിത്രി. ഓപ്ഷൻ സി ആണ് ഉത്തരം. താഴെ കൊടുത്തതിൽ അലിംഗ ബഹുവചന ഉദാഹരണം എന്താണ്? അലിംഗം. സ്ത്രീയും പുരുഷനും ചേർന്നത് എന്താണ്? മക്കൾ അലിംഗമാണ്. ജനങ്ങൾ അലിംഗമാണ്. തൊഴിലാളികൾ അലിംഗമാണ്. ആൺകുട്ടികൾ എന്താണ്? സലിംഗമാണ്. അതിലെ ലിംഗം വേർതിരിച്ചറിയാൻ സാധിക്കുന്നു എന്നതാണ്. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.